നിങ്ങളുടെ ജില്ലയിൽ നല്ല പെടയ്ക്കണ മീൻ കിട്ടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? ദിവസങ്ങളോളം ബോട്ടിൽ കിടന്ന് കരയിലെത്തുന്ന മീനല്ല, ദിവസങ്ങളോളം ഫ്രീസറിൽ സൂക്ഷിച്ച് വിൽക്കുന്ന മീനുമല്ല, നല്ല പെടയ്ക്കണ ഫ്രഷ് മീൻ. എങ്കിൽ ഞങ്ങൾ പറഞ്ഞു തരാം അത് ഏതൊക്കെയാണ് സ്ഥലങ്ങളെന്ന്. ചൂണ്ടയിട്ട് പിടിച്ച് നല്ല പെടയ്ക്കണ മീനായാലോ? മഴക്കാലത്തെ വിനോദവും അതിലുപരി ചിലരുടെ ഉപജീവനമാർഗവുമാണ് ചൂണ്ടയിട്ടുള്ള മീൻപിടുത്തം. ഐസിലിട്ട് വെക്കാത്ത, മായം ചേർക്കാത്ത നല്ല ഫ്രഷ് മീൻ കിട്ടാൻ കോഴിക്കോട് കോതിപ്പാലത്തിനടുത്ത് കാത്തിരിക്കുന്നവരുടെ എണ്ണവും ചെറുതല്ല. നല്ല മഴയുണ്ട്, അല്പം മീൻ പിടിച്ചാലോ എന്ന് ആലോചിച്ച് ഇറങ്ങിയതാണ്. കോഴിക്കോട് ഗോതിപ്പാലത്തിൻ്റെ തൊട്ടരികിലാണുള്ളത്. അവിടെ ഒരു പുലിമുട്ട് നിർമ്മാണം നടക്കുന്നുണ്ട്. അതിലേക്ക് ഇങ്ങനെ കയറി നോക്കിയാണ് നിരവധിയായ ആളുകൾ മീൻ പിടിക്കുന്നുണ്ട്. അവർക്കെൻ്റെ കൊട്ടയിൽ വല്ലതും തട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് വരാം. എങ്ങനെ പോണേ? എങ്ങനെ കിട്ടുന്നേ? മീനല്ല എല്ലാവരും ഇതുപോലെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഒരു മണിക്കൂറായില്ലേ? കറി വെക്കാനുള്ള മീനൊക്കെ കിട്ടീനേ. കറി വെക്കാനുള്ള മീനൊക്കെ കിട്ടീനേ. ഞാൻ ഒരു അരമുക്കാൽ മണിക്കൂറായി. ആയിക്കോട്ടെ. എൻ്റെ പൊന്നെ, നല്ല പിടയ്ക്കണ സാധനമുണ്ട്. പിടയ്ക്കൂലേ? പെടുക്കുന്നുണ്ട്. ചെമ്മീൻ കൊത്തുകാൻ കിട്ടും നമ്മള്. അപ്പോൾ മീനങ്ങോട്ട് വലിക്കും, നമ്മളും കൊണ്ടും വലിക്കും. ഒരു പിടിയും മതി. അതിന് കിട്ടിയ ലാഭം തന്നെ. എന്തായാലും ഈ കടലോരത്ത് ഇങ്ങനെ നിൽക്കുക, അത് മഴ പെയ്യുമ്പോൾ നിൽക്കുക, ഇങ്ങനെ മീൻ പിടിക്കാറ് എളുപ്പമുള്ള പരിപാടിയല്ല. കാണുമ്പോൾ നമുക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നും, പക്ഷെ ഭയങ്കര റിസ്ക്കാണ്. എത്ര സമയം എന്ന് പറഞ്ഞാൽ? നമ്മളിപ്പോൾ ഒരു മണിക്കൂറായി. മുക്കാൽ മണിക്കൂറായിട്ട് എത്ര മീൻ കിട്ടിയിട്ടുണ്ടാവും? ഒരു 10 കിട്ടി. അടുത്ത വരും. അപ്പോൾ അതിനുവേണ്ടി അത് കാത്തിരിക്കാം. അപ്പം നിസാർക്കാൻ്റെ കൂടെ നമ്മൾ ഈ സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് എറിഞ്ഞു നോക്കാൻ പോകണം. എനിക്കൊരു ശീലമില്ല, പരിചയമില്ല. അപ്പോൾ നിസാർക്കാർ പറഞ്ഞു ആദ്യം നമ്മൾ ഈ റോപ്പ് ടൈറ്റ് ചെയ്ത് പിടിക്കണം അല്ലേ? ഒരു ഫിംഗറിൽ പിടിച്ചിട്ട് പിന്നെ ഇത് റിലീസ് ചെയ്യണം. റിലീസ് ചെയ്തു അല്ലേ? എന്നിട്ട് പിന്നെ ഇങ്ങനെ വെച്ചിട്ട് ആദ്യത്തെ നമുക്ക് പാടും. അപ്പോൾ ഇതിന് ലോക്ക് ചെയ്യണം അല്ലേ? ലോക്ക് ചെയ്യാം. ഇതിങ്ങനെ തിരിച്ചാൽ മതി. ഇത് ടൈറ്റ് ആവുന്നില്ല അല്ലേ? ചെളിവെള്ളത്തിലെ മീൻ കടിക്കുള്ളൂ. നല്ല ചെളുണ്ടാവും, അപ്പം മീൻ നല്ല കടിക്കും. അതിലിപ്പോൾ നമ്മൾ ഇട്ടിട്ട് കാര്യമില്ല. ഇന്നലെ മീൻ കുറച്ച് ജാസ്തി കിട്ടിയത്, ഇന്ന് മീൻ കുറവാണ്. 2 ദിവസം വീഴുമ്പോൾ എല്ലാം ഡെമ്മിനടിച്ച് അത് സാറായി. അപ്പോൾ ഒന്ന് പല്ലിലൊക്കെ കടിച്ചിട്ടൊക്കെ ഒന്ന് മാറി ഇന്ന് മീനാണ്. വലിയ സന്തോഷമാണ് മനുഷ്യനെ സംബന്ധിച്ച്. കുറച്ച് സമയം ഈ കടൽക്കരയിലും പുഴയുടെ കരയിലും ഒക്കെ ഇങ്ങനെ ചിലവഴിച്ച് കഴിഞ്ഞാൽ അത് നൽകുന്ന മീൻ എന്നുള്ളത്, അത് കഴിക്കാനുള്ള എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് നൽകുന്നൊരു സന്തോഷമുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് വിഷരഹിതമാണ് എന്നൊരു പരിധി വരെ പറയാം. കാരണം ഈ പ്രത്യേക അമോണിയ ഇട്ടിട്ടോ അല്ലെങ്കിൽ ഐസ് ഇട്ട് കുറേ നാൾ വെച്ചിട്ടോ ഒന്നും കൊണ്ടുവരുന്നതല്ല. ഇപ്പോൾ കടലിൽ കിടക്കുന്നത് അതേപോലെ പിടിച്ചിട്ട് കൊട്ടയിലാക്കി വീട്ടിൽ പോയി കറി വെക്കുന്ന പരിപാടിയാണ്. എന്തായാലും അത്തരം സംഭവങ്ങൾ നിർബാധം പല മേഖലകളിലും തുടരുന്നുണ്ട്. അത് പലർക്കും സന്തോഷം നൽകുന്നുണ്ട് എന്നറിയുന്നതിൽ നമുക്കും ഒരുപാട് സന്തോഷം ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ. വീഡിയോ ജേർണലിസ്റ്റ് സുബൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.